ദുൽഖർ സൽമാന്റെ കാന്തയിൽ എനിക്ക് ഫീൽ ചെയ്ത 3 പോസിറ്റീവ്സും 3 നെഗറ്റീവ്സും പറഞ്ഞു തരാം. കാന്ത നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ദുൽഖർ സൽമാന്റെ പീക്ക് പെർഫോമൻസ് ആയിരിക്കും. അറോഗൻ്റ് ആയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു 1960s ഒരു സൂപ്പർ സ്റ്റാറിനെയും ആ കാലത്ത് അയാൾ സ്ക്രീനിൽ ചെയ്തു വെച്ച വർക്കുകളെയും എത്ര രസമായിട്ടാണ് ദുൽഖർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ആക്ടർ എന്ന രീതിയിൽ ദുൽഖർ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാന്ത. ദുൽഖറിന്റെ മാത്രമല്ല, പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കോ ആക്ടേഴ്സ് ആയിട്ടുള്ള സമുദ്രകനിയുടെയും ഭാഗ്യശ്രീയുടെ ഒക്കെ കിടിലൻ പെർഫോമൻസ് ആണ്. സിനിമയുടെ രണ്ടാമത്തെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ആർട്ട് വർക്കാണ്. ഒരു 1960s ഉള്ള ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റ് അത്ര മനോഹരമായിട്ടാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈമിലുള്ള ഒരു പീരിയഡ് ഡ്രാമ എന്നുള്ള ഒരു ജോൺറെ കൺവിൻസ് ചെയ്യാൻ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റിയിട്ടുണ്ട്. 60s ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിലെ ബിഹൈൻഡ് ദ സീൻ സിനാറിയോ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമ കാണാനുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ്. സ്റ്റോറി വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ വർക്കായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, എനിക്കൊന്ന് മൂന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. ഈ ദുൽഖർ സൽമാന്റെയും സമുദ്രകനിയുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, ആ ഒരു ക്ലാഷ് സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ മൊത്തം കാണിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഏരിയ നല്ലപോലെ എൻഗേജിങ് ആയിരുന്നു. സമുദ്രകനി ഇതിൽ ദുൽഖർ സൽമാൻ ഒന്നുമല്ലാത്ത സമയത്ത് അയാളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് വലിയ സൂപ്പർ സ്റ്റാറാക്കി മാറ്റുന്ന ഒരു ഗോഡ് ഫാദർ പോലുള്ളൊരു റോളാണ്. പക്ഷേ ദുൽഖർ സൽമാൻ വലിയ സൂപ്പർ സ്റ്റാറായി കഴിയുമ്പോൾ പിന്നെ സമുദ്രകനിയായിട്ട് വരുന്ന ആ ഒരു ഈഗോ ക്ലാഷാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ, സിനിമയുടെ തുടക്കം. സിനിമയുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ അത് തന്നെയാണ്. പക്ഷേ ഇവരുടെ ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഉള്ള ഒരു ഈഗോ ക്ലാഷ് നല്ലപോലെ എൻഗേജിങ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട്. അത് സിനിമ ആ ഒരു പോർഷനിൽ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സിനിമ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയി നിൽക്കുന്നത്. സിനിമയുടെ പോസിറ്റീവ് സൈഡ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആകപ്പാട് സിനിമയിലൊരു കാര്യമായ പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഈ 2-3 കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഈ സിനിമയിലെ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയുടെ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ജോണർ ഷിഫ്റ്റാണ്. ഇൻ്റർവെൽ വരെ ഈ ദുൽഖർ സൽമാൻ്റെ മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറും സമുദ്രകനിയുടെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇൻ്റർവെല്ലാകുന്ന സമയത്ത് ആ സെറ്റിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് സിനിമ പോകുന്നത്. എന്നാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു ത്രില്ലോ, എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെൻറ്റോ ഒന്നും ഇല്ലാതെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. അതുവരെ അത്യാവശ്യം ആ ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങിലൂടെ പോകുന്ന സിനിമ പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പം വല്ലാതെ ഇഴച്ചിലായി, സ്ലോ പേസ്ഡായി, ഒരു ആർട്ട് ഫോം സിനിമ പോലെ ആയി മാറി. രണ്ടാമത്തെ മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ പ്ലോട്ടാണ്. 1960s കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ടാണോ എന്നറിയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതലേ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതിൻ്റെതും. അഭിഹിതവും കൊലപാതകവും തെറ്റിദ്ധാരണയും ഒക്കെ അറിയാലോ, ഇതൊക്കെയാണ് ഇതിൻ്റെ കോർ പ്ലോട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിയതാണ്. 2.25 മണിക്കൂറോളം വരുന്നുണ്ട് സിനിമ. അത്രയും നേരം നമ്മൾ പിടിച്ചിരുത്താൻ പോകുന്ന ഒരു സ്റ്റോറിയൊന്നും സിനിമയ്ക്കില്ല. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡ് വല്ലാത്ത ബോറിംഗ് ആയിരുന്നു. വെറുതെ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങി വലിച്ചു നീട്ടിക്കൊണ്ടുപോവാണ് സെക്കൻഡ് ഹാഫ്. റാണ ദഗുബാട്ടിയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. മൂപ്പരുടെ പെർഫോമൻസും വലിയൊരു മെച്ചമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ലായ്മ മൂപ്പരുടെ പെർഫോമൻസിലും കാണാം. DQ തന്നെ സിനിമ റിലീസിന് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇതങ്ങനെ ഒരു ആർട്ട് ഫോം സിനിമയല്ല, ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണ് എന്നൊക്കെയാണ്. പക്ഷേ എന്നിട്ടും ഈ സിനിമ ഇങ്ങനെ വലിഞ്ഞു നീണ്ട് ഒരു ഉറക്ക ഗുളിക പോലെ പോവുകയാണ് സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ സിനിമയുടെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നെഗറ്റീവ്സ് പറയാനുണ്ട്. കൂടുതലും സിനിമയിൽ പറയാൻ പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി അത്ര നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഈ സിനിമയിൽ നിന്ന്. അപ്പോഴും ദുൽഖർ സൽമാൻ എന്ന ആക്ടറിൻ്റെ ഒരു റേഞ്ച് മൊത്തമായി പുറത്തുകൊണ്ടുവന്ന സിനിമയാണ് എന്ന് വേണേൽ പറയാം. അത്ര ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ദുൽഖറിൻ്റെത്. ഈ ഒരു ജോണറിൽ, ഒരു പീരിയഡ് ഡ്രാമ ജോണറിലുള്ള ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ കൂടുതലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അതായത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിലാണ് ഈ സിനിമ ലൈവായിട്ട് നിൽക്കുന്നത്. അല്ലാതെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇവൻസ് ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ എൻഗേജിങ് ആയി നിർത്തുന്ന രീതിയിലുള്ളത്. അങ്ങനെ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു 1 ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ തന്നെയാണ് കാന്ത.